السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، ومن تبعهم بإحسان إلى يوم الدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. സഹോദരങ്ങളെ, ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ അൽ ഉസൂലു സലാസ, മൂന്ന് അടിസ്ഥാനങ്ങൾ എന്ന പേര് നൽകപ്പെട്ടിട്ടുള്ള റിസാലയുടെ ചെറിയ കിതാബിൻ്റെ പഠനത്തിലാണ് നമ്മളുള്ളത്. അതിൻ്റെ ആദ്യ ഭാഗം അൽ മസാഇലു സലാസ, സൂറത്തുൽ അസ്റിൽ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ള മൂന്ന് പ്രധാനപ്പെട്ട മസലകൾ നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലെ അൽ മസാഇലുൽ അർബഅ, തൗഹീദുമായി നമ്മൾ ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടുന്ന സലാമത്തുൽ വഖാത്ത്, പ്രധാനപ്പെട്ട 4 മസലകൾ. അതിലെ ആദ്യത്തെ മസലയും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ മസലയിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ആഴ്ച അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മൾ വിശദീകരിച്ചു. എന്തായിരുന്നു രണ്ടാമത്തെ മസല? അന്നല്ലാഹ ലാ യർളാ അൻ യുശ്റക മഅഹു അഹദുൻ ഫീ ഇബാദതിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടുള്ള ഇബാദത്തിൽ ഒരാളെയും ശിർക്ക് വെക്കുന്നത്, പങ്കുവെക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നില്ല, അവൻ തൃപ്തിപ്പെടുകയില്ല. ലാ മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസലുൻ. അത് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത, അവന്റെ സാമീപ്യം സിദ്ധിച്ച മലക്കാകട്ടെ, അള്ളാഹു മനുഷ്യരിൽ നിന്ന് തെരഞ്ഞെടുത്തയച്ച റസൂലാകട്ടെ, ആരാണെങ്കിലും ശരി, അള്ളാഹുവിനോടുള്ള ഇബാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കുന്നത്, ശിർക്ക് വെക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുകയില്ല. വദ്ദലീലു ഖൗലുഹു തആല, അതിനുള്ള തെളിവ് അള്ളാഹുവിൻ്റെ ഖുർആനിലെ ആയത്താണ്. സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്ത് അതിനുള്ള തെളിവായി ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊണ്ടുവന്നു. അന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവോടൊപ്പം ഒരാളെയും നിങ്ങൾ വിളിച്ച് ദുആ ചെയ്യരുത്. ഇതാണ് മസ്അല. സഹോദരങ്ങളെ, ഈ മസ്അലയിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചു, തൗഹീദിന്റെ പ്രധാനപ്പെട്ട ഒരു ഇനമാണ്, തൗഹീദുൽ ഉലൂഹിയ്യയാണ്. ആദ്യത്തെ മസ്അലയിൽ അന്നല്ലാഹ ഖലഖനാ വറസഖനാ വലം യത്രുക്നാ ഹമല ബൽ അർസല ഇലൈനാ റസൂല. ഇതാണ് ഒന്നാമത്തെ മസ്അല. അതിലേതായിരുന്നു തൗഹീദിന്റെ ഏതിനമായിരുന്നു? ആരും പറയുന്നില്ല. തൗഹീദുർ റുബൂബിയ്യ ഉണ്ടായിരുന്നു, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് ഉണ്ടായിരുന്നു. ഈ മസ്അലയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള തൗഹീദുൽ ഉലൂഹിയ്യയാണ്. ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ഇബാദത്ത് വകവെച്ച് കൊടുക്കുക. അതിനെതിരായ ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. ഇതാണല്ലോ ഈ മസ്അലയുടെ ആകത്തുക. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഷിർക്കിന്റെ ഗൗരവം സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഷിർക്ക് ഇസ്ലാമിന്റെ ഭാഷയിൽ ഏറ്റവും വലിയ തെറ്റായി മാറിയത്? അതിനുള്ള പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തേത് എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്ത പലരും ഈ സദസ്സിലുണ്ട്, അതുകൊണ്ട് ഞാനൊന്ന് ആവർത്തിക്കാൻ, പ്രത്യേകിച്ച് കഴിഞ്ഞ ദർസുകൾ നമ്മൾ ആവർത്തിക്കുക എന്നുള്ളത്, നമ്മൾ കഴിഞ്ഞ ദർസിൽ പഠിച്ച കാര്യങ്ങൾ മുറാജഅ ചെയ്യാൻ, അത് പരസ്പരം മുദാക്കറ ചെയ്യാൻ സഹായിക്കും. ആവർത്തിക്കുന്നതിൽ ഒരു വിരസതയും നമുക്ക് തോന്നേണ്ടതില്ല. പലരും മറന്നിട്ടുണ്ട്, ചിലപ്പോൾ കഴിഞ്ഞ ആഴ്ച കേട്ടത് ഇപ്പോഴായിരിക്കും പിന്നെ പൊടി തട്ടുന്നത്. എന്തായിരുന്നു ഷിർക്കിന്റെ ഗൗരവം സൂചിപ്പിക്കാൻ? ഷിർക്കാണ് ഏറ്റവും വലിയ തിന്മ
എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒന്നാമത്തെ കാരണം എന്തായിരുന്നു? അശ്ശിർക്കു ഹുവ ദംബുൽ ലദീ ലാ ശഹ്വത തദ്ഉ ഇലൈഹി. ശിർക്ക് അതിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരകമായ ഒരു ശഹവത്തില്ല. നമ്മുടെ ദേഹേച്ഛ പല തിന്മകളെയും ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കും. മദ്യപാനം, വ്യഭിചാരം, മോഷണം, ഇങ്ങനെ തുടങ്ങി പല തിന്മകൾക്കും ശക്തമായ നമ്മുടെ ദേഹേച്ഛയുടെ പ്രേരണയുണ്ടാകും. പക്ഷെ ശിർക്കിന് അങ്ങനെ ഒരു ദേഹേച്ഛയുടെ പ്രേരണയില്ല. അത് വമ്പിച്ച വഴികേടാണ്. ശിർക്ക് ചെയ്യാൻ ഒരാൾ നിർബന്ധിതനാവുന്ന അവസ്ഥ എന്താണുള്ളത്? അങ്ങനെ പരീക്ഷണങ്ങൾ, ഒരാളുടെ കണ്ണ് വടക്കാവുന്നു, കാത് വടക്കാവുന്നു, അവന്റെ കൽബിൽ അനാവശ്യമായ ഹറാമുകൾ കയറി ചെല്ലുന്നു. ഇതിനൊക്കെ ശഹ്വത്തിന്റെ സ്വാധീനമുണ്ടാകും. പക്ഷെ ശിർക്കിന് അങ്ങനെയില്ല. അതുകൊണ്ട് ശിർക്ക് അത് വമ്പിച്ച ദലാലത്താണ്. മറ്റൊരു കാരണമായി നമ്മൾ പറഞ്ഞു, ശിർക്കിലായി മരിച്ച ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കുകയില്ല. ശിർക്കല്ലാത്ത തിന്മകൾ സംഭവിച്ചാൽ അവൻ അള്ളാഹുവിന്റെ മശീഅത്തിന് താഴെയാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന് പുറത്തു കൊടുത്ത് നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഇല്ലെങ്കിൽ അതിന്റെ ശിക്ഷയുടെ കാലയളവിന് ശേഷം തൗഹീദുള്ളവനാണെങ്കിൽ, ശിർക്കില്ലാത്തവനാണെങ്കിൽ അവന് സ്വർഗത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ പ്രതീക്ഷിക്കാമെന്ന പ്രത്യാശക്ക് വകയുണ്ട്. ശിർക്കിലായി മരിച്ചാലോ അള്ളാഹുവിന് ഒരിക്കലും പുറത്തു കൊടുക്കും. ഇന്നല്ലാഹ ലാ യഗ്ഫിറു യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. മൂന്നാമത്തെ കാരണമായി നമ്മൾ പറഞ്ഞു, ശിർക്ക് സംഭവിച്ച ഒരാൾ മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ ശാശ്വതനായിത്തീരും. കാലാകാലം അവൻ നരകത്തിൽ കഴിയേണ്ടി വരും. സ്വർഗം അവന് ഹറാമായിരിക്കും. ഇതാണ് മൂന്നാമത്തെ കാര്യം. വേറെ ഏതെങ്കിലും തിന്മകൾ അതിലായി മരിച്ചാൽ കാലാകാലം അവനത് കാരണമായി സ്വർഗം നഷ്ടപ്പെടും, നരകം ശാശ്വതമാകും എന്ന് അല്ലാഹു അറിയിച്ചിട്ടുണ്ടോ? ഇല്ല. അത് ശിർക്ക് മാത്രമാണ്. നാലാമത്തെ കാരണം, ശിർക്ക് എത്ര നന്മകൾ ചെയ്താലും അതെല്ലാം നിഷ്ഫലമാക്കി കളയും. ഒരു പുരുഷായുസ് മുഴുവൻ ഒരാൾ നന്മകൾ ചെയ്തു കൂട്ടി, അയാൾ മരിക്കുന്ന അവസാന സമയത്ത് അള്ളാഹുവിനെ വിളിക്കേണ്ടതിന് പകരം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ആ പ്രയാസത്തിൽ, മരണവെപ്രാളത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് മരണപ്പെട്ടു. അതിനു മുമ്പ് വരെ ഒരു പുരുഷായുസ് മുഴുവൻ 60, 70, 80 വർഷം അയാൾ ചെയ്ത നന്മയുടെ ധാരാളം പർവ്വത സമാനമായ കൂമ്പാരങ്ങൾ ഉണ്ടാവും. എന്ത് സംഭവിക്കും? ആ ഒരൊറ്റ വിളി കൊണ്ട്, ഒരു നിമിഷ നേരത്തെ വിളി കൊണ്ട് ഒരായുസിലെ നന്മകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകും. ശിർക്കല്ലാതെ മറ്റേത് തിന്മയാണ് ഇത്രമേൽ ഗൗരവമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? അതുകൊണ്ട് ശിർക്കിന്റെ ഗൗരവം നമ്മെ സൂചിപ്പിക്കുന്ന നാലാമത്തെ കാരണം അതാണ്. ശിർക്ക് സകല നന്മകളെയും നശിപ്പിച്ചു കളയും, നിഷ്ഫലമാക്കി കളയും. ഇതാണ് ശിർക്ക് ഏറ്റവും വലിയ തിന്മയായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. സഹോദരങ്ങൾ, അതിനോട് തുടർച്ചയായി മസ്അലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഉലമാക്കൾക്കിടയിൽ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കിടയിൽ സ്ഥിരപ്പെട്ട ഒരു ഖാഇദയുണ്ട്, ഒരു നിയമം, ഒരു പ്രിൻസിപ്പിൾ. കുല്ലു മാ സബത അന്നഹു ഇബാദ ഫസർഫുഹു ലിഗൈരില്ലാഹി ശിർകുൻ. ഒരു കാര്യം ഇബാദത്താണെന്ന് ദീനിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഖുർആൻ കൊണ്ടോ സുന്നത്ത് കൊണ്ടോ ഒരു കാര്യം ഇബാദത്താണ് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടൽ ശിർക്കാണ്. ഇബാദത്താണോ അല്ലാത്തവർക്ക് തിരിച്ചുവിടൽ, അല്ലാത്തവർക്ക് നൽകൽ ശിർക്കാണ്. അതിന് യാതൊരു സംശയവുമില്ല. ദുആ, പ്രാർത്ഥന ഇബാദത്തല്ലേ? അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാണ്, സംശയമില്ല. ബലി, അറവ് ഇബാദത്താണ്. അത് അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ചെയ്താൽ ശിർക്കാണ്. നേർച്ച, നദർ അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ചെയ്താൽ ശിർക്കാണ്. ഇങ്ങനെ ഇബാദത്തായിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അത് അല്ലാഹു അല്ലാത്തവർക്ക് തിരിച്ചുവിട്ടാൽ അത് ശിർക്കാണ്. ഇതാണ് ഒരു നിയമം. അപ്പോൾ ഒരു കാര്യം ഇബാദത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതാർക്ക് മാത്രമേ കാഴ്ചവെക്കാവൂ? അള്ളാഹുവിന് മാത്രം, അള്ളാഹുവിന് വേണ്ടി അവന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം. ഇനി എന്താണ് ഇബാദത്ത്? ഇബാദത്ത് എങ്ങനെ നമുക്ക് മനസ്സിലാവുക? ഒരു കാര്യം ഇബാദത്താണ് എന്നെങ്ങനെ നമ്മൾ മനസ്സിലാക്കും?
മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം ഇബാദത്തിന് നൽകിയ മനോഹരമായ ഒരു നിർവചനമുണ്ട്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ച ഇബാദത്തിന് നൽകപ്പെട്ട നിർവചനങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ, ലളിതമായ, മനോഹരമായ ഒരു നിർവചനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. പലർക്കും അത് മനഃപ്പാഠമുണ്ടായിരിക്കും. ഏതാണത്? കുട്ടികൾക്കറിയില്ലേ? ഓർമ്മല്ലേടാ? ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാഹു മിനൽ അഖ്വാലി വൽ അഅമാലി അല്ലാഹിറതി വൽ ബാത്തിന. ഇതാണ് ഇബാദത്തിന്റെ നിർവചനം. ഇസ്മുൻ ജാമിഉൻ. ഇബാദത്ത് എന്ന പദം അത് സമഗ്രമായൊരു നാമമാണ്. ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാഹു മിനൽ അഖ്വാൽ വൽ അഅമാൽ അല്ലാഹിറ വൽ ബാത്തിന. അല്ലാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന പ്രത്യക്ഷവും പരോക്ഷവുമായ സകല പ്രവർത്തനങ്ങൾക്കും വാക്കുകൾക്കും ഒരുമിച്ച് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയുന്ന ഒരു സമഗ്രമായ നാമമാണ് ഇബാദത്ത്. എന്ന് പറഞ്ഞാൽ വാക്കുണ്ടതിൽ പ്രവർത്തനമുണ്ട്, അമലുണ്ട്, ഖൗലുണ്ട്. അമലുകൾ, പ്രവർത്തനങ്ങൾ രണ്ടു വിധമുണ്ട്. ലാഹിറായ പ്രവർത്തനമുണ്ട്, ബാത്തിനായ പ്രവർത്തനം. ലാഹിറായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താ? പുറമേക്ക് പ്രകടമാകുന്ന അമലുകൾ. എന്തുപോലെ? നിസ്കാരം, ഹജ്ജ്, സദഖ, ഇങ്ങനെ പുറമേക്ക് പ്രകടമാകുന്ന പ്രവർത്തനങ്ങൾ ഇബാദത്തുകളാണ്. നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞ കാര്യങ്ങൾ പോലെ ഉള്ളിൽ നമ്മൾ ഖൽബ് കൊണ്ട് ചെയ്യേണ്ടുന്ന അമലുകളുണ്ട്. ഖൽബിനകത്ത് നമ്മൾ ഒളിപ്പിച്ച് ചെയ്യുന്ന ഇബാദത്തുകളുണ്ട്, അമലുകളുണ്ട്. ഏതുപോലെ? അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, അതിന്റെ സ്ഥാനം ഖൽബിനകത്താണ്. അള്ളാഹുവിലുള്ള അടിയുറച്ച പ്രതീക്ഷ ഖൽബിലാണ്. അള്ളാഹുവിൽ കാര്യങ്ങൾ ബരമേൽപ്പിക്കുന്ന തവക്കുൽ ഖൽബിലാണ്. ഖുശൂ, നിസ്കാരത്തിലുള്ള ഭയഭക്തി ഖൽബിലാണ്. അപ്പൊ ഖൽബ് കൊണ്ട് ചെയ്യേണ്ടുന്ന, അള്ളാഹുവിനെ പേടിക്കുന്ന പോലെ ഒരാൾ പേടിക്കാൻ പറ്റുമോ? കാരണം എന്താ? ആ പേടി ഇബാദത്താണ്. പ്രതീക്ഷ, അള്ളാഹു ഒരു നന്മ ചെയ്താൽ കൂലി നൽകുമെന്ന പ്രതീക്ഷ, സ്വർഗം ലഭിക്കുമെന്ന പ്രതീക്ഷ, അത് വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റും? കാരണം എന്താ? അറജ, ഖൽബ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന അമൽ ഇബാദത്താണ്. അപ്പോ പ്രത്യക്ഷമായി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകും, പരോക്ഷമായി നമ്മുടെ ഖൽബ് കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ വാക്കുകൾ ഉണ്ടാവും. ഇബാദത്താകുന്ന വാക്കുകൾ ഖുർആൻ പാരായണം, ദിക്ർ, ദുആ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ കിതാബിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മഹത്തായ പാഠങ്ങൾ പഠിപ്പിച്ചു നൽകുന്നു, നിങ്ങൾ അത് കേൾക്കുന്നു. ഇത് ഇബാദത്താണ്. വാക്കുകൊണ്ടുള്ള ഇബാദത്താണ്. സലാം പറയൽ ഇബാദത്താണ്. ഒരു മുസ്ലിമിനോട് പുഞ്ചിരിച്ചുകൊണ്ട് അള്ളാഹു നിന്നെ സംരക്ഷിക്കട്ടെ, ബാറകല്ലാഹു ഫീക് എന്നയാൾക്ക് വേണ്ടി ആശംസ അറിയിക്കുന്നത് ഇബാദത്താണ്. ഇങ്ങനെ വാക്കുകൾ, അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ അത് ഉള്ളുകൊണ്ട് ചെയ്യുന്നതാകട്ടെ, പുറമേക്ക് നമ്മൾ പ്രകടിപ്പിക്കുന്നതാകട്ടെ, ഇങ്ങനെയുള്ള വാക്കുകളും പ്രവർത്തനങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യണം. അങ്ങനത്തെ പ്രവർത്തനങ്ങൾ, വാക്കുകൾ അള്ളാഹു ഇഷ്ടപ്പെട്ടതാണ്, തൃപ്തിപ്പെട്ടതാണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാവാം. എങ്ങനെ മനസ്സിലാവാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു തന്നിട്ടുണ്ടാവും. ഖുർആനിലും സുന്നത്തിലും അത് സ്ഥിരപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെട്ടതാണ്, അള്ളാഹു തൃപ്തിപ്പെട്ടതാണ് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാകും? ഒന്നുകിൽ അള്ളാഹു ഖുർആനിലൂടെ അറിയിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സുന്നത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആനിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലോ സ്ഥിരപ്പെട്ട വാക്കുകളും അതുപോലെ തന്നെ പ്രത്യക്ഷവും പരോക്ഷവുമായ പ്രവർത്തനങ്ങളും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു നാമമാണ് ഇബാദത്ത്. അപ്പൊ ഇബാദത്തായ ഒരു സംഗതി സ്ഥിരപ്പെട്ടിട്ടുണ്ടോ, അത് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും നമ്മൾ വഴിതിരിച്ചു വിടാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് ശിർക്കാണ്. മറ്റൊരു നിയമം അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയുന്നു, കുല്ലമാ ഖവിയൽ ഈമാനു അളുമൽ ഖൗഫു മിനശ് ശിർക്ക്. നമ്മുടെ ഈമാൻ എത്രത്തോളം ശക്തിപ്പെടുന്നുവോ അത്രത്തോളം ശിർക്കിനെ പറ്റിയുള്ള ഭയം നമുക്ക് കഠിനമാകണം. ഞാൻ പണ്ടേ തൗഹീദ് മനസ്സിലാക്കിയതാണ്, ഞാൻ ജനിക്കുമ്പോൾ തന്നെ മുവഹിദാണ് എന്നൊക്കെ പലരും മേനി നടിക്കലുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് തൗഹീദ് പഠിക്കാനാണ്? നമ്മൾ അറിയാത്ത എന്ത് തൗഹീദാണ്? പുതിയ തൗഹീദോ?
നമ്മൾ പണ്ടേ നാട്ടിൽ ശിർക്കിനെതിരെ ശബ്ദിക്കുന്നതാണ്. ഇനി എന്താ ശിർക്ക് കൂടുതൽ പഠിക്കാനുള്ളത്? ശിർക്കും തൗഹീദൊക്കെ പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ അറിഞ്ഞതിൻ്റെ അപ്പുറത്ത് എന്താണ് അറിയാനും പഠിക്കാനുമുള്ളത് എന്ന് പലരും ചോദിക്കാറുണ്ട്. സഹോദരങ്ങളെ, എത്രത്തോളം നമ്മുടെ തൗഹീദ്, നമ്മുടെ ഖൽബിലുള്ള ഈമാൻ ശക്തമാകുന്നുവോ അത്രത്തോളം ശിർക്കിനെ തൊട്ട് നിർഭയരാവുകയല്ല വേണ്ടത്, ശിർക്കിനെ തൊട്ടുള്ള പേടി വർദ്ധിക്കുകയാണ് വേണ്ടത്. ശിർക്കിന്റെ ഗൗരവം കൂടുതൽ ആഴത്തിൽ തിരിച്ചറിയുകയാണ് വേണ്ടത്. നോക്കൂ നിങ്ങൾ, മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇമാമുൽ മുവഹിദീൻ, ഇമാമുൽ ഹുനഫാ, അബുൽ അംബിയ, ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, വിഗ്രഹങ്ങളെ തച്ചുടച്ച മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്ത മഹത്തായ ദുആ സൂറത്തു ഇബ്രാഹിമിൽ അല്ലാഹു നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. എന്താണ് ദുആ? വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. അല്ലാഹു എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റണമേ, വിഗ്രഹാരാധനയിൽ കൊടും ശിർക്കിൽ നിന്ന് അകറ്റണമേ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ വലിയ മുവഹിദിന്റെ പാരമ്പര്യം പറയാൻ സാധിക്കുന്ന ആധുനിക തലമുറയല്ല, അല്ലെങ്കിൽ കഴിഞ്ഞ തലമുറയിൽ ആരാണുള്ളത്? സഹോദരങ്ങളെ, ആ ഇബ്രാഹിം നബിയുടെ ദുആണിത്. അതുകൊണ്ട് ശിർക്കിനെ തൊട്ട് നമ്മൾ നിർഭയരായിക്കൂടാ, അത് പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്താണ് ശിർക്ക്? എന്താണ് അതിന്റെ വിശദാംശങ്ങൾ? എന്താണ് അതിലേക്ക് നമ്മെ എത്തിക്കുന്ന മാർഗങ്ങൾ? ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ അരിച്ചു കയറുന്ന പഴുതുകൾ, അത് സൂക്ഷ്മമായി നമ്മൾ പഠിക്കണം. ഇതെല്ലാം മുസ്ലിമിനും പഠിച്ചിരിക്കുന്ന നിർബന്ധമാണ്. ഇത്തരത്തിലുള്ള കിതാബുകൾ, റിസാലകൾ നമ്മൾ പഠിക്കുന്നതിന്റെ പ്രസക്തി അതാണ്, ഗൗരവം അതാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്താണ് ശിർക്ക്? എന്താണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ? ആർക്കും പറയാം മറ്റൊറ്റ വാക്കിൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് തിരിച്ചുവിടുക. ശരി, ഒന്നും കൂടി വിശദമായി പറയുകയാണെങ്കിൽ പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു. അയ്യുജഅല മഅല്ലാഹി ശരീകുൻ ഫീമാ യഖ്തസ്സു ബി. അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങൾ, അതിൽ അല്ലാഹുവിനോടൊരു പങ്കാളിയെ സ്ഥാപിക്കുക. അല്ലാഹുവിനെ പോലെ വേറൊരാളുണ്ട് എന്ന് സ്ഥാപിക്കുക. എങ്ങനെ? അല്ലാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കണം. അതാണ് ഇബാദത്ത്. അപ്പൊ ഇബാദത്ത് അല്ലാഹു അല്ലാത്തവർക്ക് തിരിച്ചുവിട്ടാൽ ശിർക്കായി. അപ്പൊ അല്ലാഹുവിന് മാത്രം പ്രത്യേകമാകുന്ന കാര്യങ്ങളിൽ അല്ലാഹുവോടൊപ്പം മറ്റൊരാളുണ്ട്, അല്ലാഹുവിനൊരു പങ്കാളിയുണ്ട് എന്ന് സ്ഥാപിക്കുക, വിശ്വസിക്കുക. ഇതാണ് ശിർക്ക്. അപ്പൊ അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങൾ 3 കാര്യങ്ങളാണ്. 1 റുബൂബിയ്യ, 2 അൽ ഉലൂഹിയ്യ, 3 അൽ അസ്മാ വസിഫാത്ത്. അപ്പൊ റുബൂബിയ്യത്ത് അത് അല്ലാഹുവിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അല്ലാഹുവാണ് സൃഷ്ടിപ്പ് നടത്തുന്നവൻ, അല്ലാഹുവാണ് റിസ്ക് നൽകുന്നവൻ, അല്ലാഹുവാണ് ലോകം നിയന്ത്രിക്കുന്നവൻ, അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നവൻ, അല്ലാഹുവാണ് മരിപ്പിക്കുന്നവൻ. ഇത് അല്ലാഹുവിന്റെ റുബൂബിയത്തിന്റെ വിശേഷണങ്ങളാണ്. ഇത് അല്ലാഹുവിന് മാത്രം പ്രത്യേകമായതാണ്. അല്ലാഹുവിനെ പോലെ സൃഷ്ടിച്ച ആരെങ്കിലും ഉണ്ടോ? അല്ലാഹുവിനെ പോലെ റിസ്ക് നൽകുന്നവൻ ആരെങ്കിലും ഉണ്ടോ? ജീവിപ്പിക്കുന്നവനുണ്ടോ? മരിപ്പിക്കുന്നവനുണ്ടോ? ഇതെല്ലാം അല്ലാഹുവിന്റെ മാത്രം പ്രത്യേകതകളാണ്. ഇതിൽ അല്ലാഹുവോടൊപ്പം മറ്റാരെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. ഇതാണ് റുബൂബിയത്തിലുള്ള ശിർക്ക്. അത് അല്ലാഹുവിന് മാത്രം അർഹമായതാണ് എന്ന വിശ്വാസമാണ് തൗഹീദ് റുബൂബിയ്യ. ഇനി അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ രണ്ടാമത്തെ കാര്യം എന്താണ്? ഉലൂഹിയ്യ. അതാണ് വ്യാപകമായി നമ്മൾ സാധാരണയായി പറയാറുള്ള ഇബാദത്ത്. അല്ലാഹു അല്ലാത്തവർക്ക് തിരിച്ചുവിടുക, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് തേടുക, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കുക, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയർക്കുക, അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുക. ഇങ്ങനെ ഇബാദത്തുകൾ അല്ലാഹു അല്ലാത്തവർക്ക് തിരിച്ചുവിട്ടാൽ അല്ലാഹുവിനും ഇബാദത്ത് ചെയ്യുക, അതോടൊപ്പം അല്ലാഹുവിനോട് ദുആ ചെയ്യാം, അതോടൊപ്പം അല്ലാത്തവരോട് ദുആ ചെയ്യുക. മസ്ജിദിൽ വന്നാൽ അല്ലാഹ് എന്ന് വിളിക്കുക, മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജാറത്തിലെ മൂപ്പരെ വിളിക്കുക. രോഗം വന്നു കഴിഞ്ഞാൽ അല്ലാഹുവിനെ വിളിക്കുക, അതോടൊപ്പം മുഹിയുദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുക, മമ്പറത്തെ തങ്ങളെ വിളിക്കുക, ബദരീങ്ങളെ വിളിക്കുക. ഇങ്ങനെ അല്ലാഹുവോടൊപ്പം അല്ലാഹുവിന് നൽകേണ്ടുന്ന ഇബാദത്തുകൾ മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുത്താൽ അതാണ് ഉലൂഹിയത്തിലുള്ള ശിർക്ക്.
കാരണം ഉലൂഹിയത്ത്, ആരാധ്യത, അത് അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ കാര്യം, അല്ലാഹുവിന് മാത്രം പ്രത്യേകമായ മൂന്നാമത്തെ ഭാഗം അൽ അസ്മാ വ സിഫാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അത്യുത്കൃഷ്ടങ്ങളായ പരിപൂർണങ്ങളായ നാമങ്ങളുണ്ട്, അതിലടങ്ങുന്ന അത്യുന്നതങ്ങളായ വിശേഷണങ്ങളുണ്ട്. ഇത് അല്ലാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ടതാണ്. ഉദാഹരണത്തിന് അല്ലാഹു അസ്മീ ആണ്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനാണ്. സ്ഥലകാല ദേശ പരിധിയൊന്നുമില്ലാതെ എത്ര സൂക്ഷ്മമായതും എത്ര ഘോരമായതും അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. ഇതുപോലെ അസ്മീ ആയ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അൽ ബസീർ, അല്ലാഹു എല്ലാം കാണുന്നവനാണ്. അല്ലാഹുവിന്റെ കാഴ്ചയിൽ നിന്ന് തെന്നിമാറുന്ന കറുകറുത്ത അമാവാസിയുടെ രാത്രിയിൽ കൂരാകൂരിരട്ടത്ത് കറുകറുത്ത പാറയിൽ സഞ്ചരിക്കുന്ന ഒരു കറുത്തുറുമ്പിന്റെ കാൽപ്പാട് പോലും അല്ലാഹു അറിയാതിരിക്കുകയില്ല. ഇങ്ങനെ അറിയുന്ന, കാണുന്ന, കേൾക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അൽ ഖദീർ, കഴിവുള്ളവനാണ്. അള്ളാഹുവിന്റെ കഴിവിന് സമാനമായ കഴിവുള്ള ഖുദ്റത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരാളുമില്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രത്യേകമായ ഇത്തരത്തിലുള്ള നാമഗുണ വിശേഷണങ്ങളുണ്ട്. ഇത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായതാണ്. അള്ളാഹുവാണ് രഹസ്യവും പരസ്യവും എല്ലാം ഒരുപോലെ അറിയുന്നവൻ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള വിശേഷണമാണ് ഈ വരികളിലൂടെ സാക്ഷാൽ മുഹിയുദ്ദീൻ ശൈഖിന് വകവെച്ചു കൊടുക്കുന്നത്. കുത്തുബിയത്തുകാരൻ അല്ലേ? കുപ്പിന്റെ ഉള്ളിലുള്ള വസ്തുവിനെ കാണുന്ന പോലെ മനുഷ്യന്റെ കൽബിനകത്തത് നേർക്കുനേരെ നോക്കിക്കാണുമെന്ന വിശേഷണം ഇതാർക്ക് മാത്രമുള്ളതാണ്? അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അസ്മാ വ സിഫാത്തിലെ ശിർക്കാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോടൊപ്പം ഒരു പങ്കാളിയുണ്ട് എന്ന് വിശ്വസിക്കുക, സ്ഥാപിക്കുക, ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ മക്ക മുശ്രിക്കുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു? ഇത് നമ്മുടെ നാട്ടിൽ ഏറെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മസലയാണ്. നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകളും ശിർക്ക് എന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാക്കിയിരിക്കുന്ന എന്താണ്? അള്ളാനെ പോലെ വേറൊരു അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. അള്ളാനെ പോലെ വേറൊരു അള്ളാഹ് ഉണ്ടെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി. ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആർക്ക് എന്ത് ഇബാദത്ത് വഹിച്ചു കൊടുത്താലും ശിർക്കാവൂല. ശിർക്ക് എന്ന് പറഞ്ഞാൽ അവരെ കാഴ്ചപ്പാടിൽ എന്താണ്? അള്ളാനെ പോലെ വേറൊരു അള്ളാഹ് ഉണ്ട്, സൃഷ്ടിക്കുന്ന, സംഹരിക്കുന്ന, ജീവിപ്പിക്കുന്ന, മരിപ്പിക്കുന്ന, റിസ്ക് നൽകുന്ന വേറെ അള്ളയുണ്ട്. നമ്മൾ മുഹിയുദ്ദീൻ ശൈഖിനെ പറ്റി, മമ്പുറത്തെ തങ്ങളെ പറ്റി, അതുപോലെ തന്നെ മുഹമ്മദ് നബിയെ പറ്റി അങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്നാൽ ഇവിടുത്തെ ഹൈന്ദവർ, ഇവിടുത്തെ അമുസ്ലിമുകൾ, അവർ ആരാധിക്കുന്ന ആരാധ്യന്മാർ യേശു ക്രിസ്തു, അതല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ, അതല്ലെങ്കിൽ അവരുടെ ദൈവങ്ങൾ, കണ്ണിൽ കാണുന്ന 30 മുക്കോടി, ഇവർക്കൊക്കെ അള്ളാഹുവിനെ പോലെ കഴിവും മറ്റുമുണ്ട് എന്ന്, അള്ളാഹുവിനെ പോലെ വേറെ ഇലാഹുകളാണ് എന്നവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതാണ് ശിർക്ക്, ഇത് ശിർക്കല്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സാക്ഷാൽ മക്ക മുശ്രിക്കുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ കാതൽ എന്തായിരുന്നു? അവർ അള്ളാഹിനെ പോലെ വേറെ അള്ളാഹുണ്ടെന്ന് വിശ്വസിച്ചവരാണോ? അള്ളാഹിനെ പോലെ ഖാലിഖായ മറ്റൊരല്ലാഹ്? അവർ വിശ്വസിച്ചിരുന്ന, അവർ വിളിച്ചു തേടിയിരുന്ന ലാത്തയും ഉസ്സയും മനാത്തയും ഹുബുലുമെല്ലാം അള്ളാഹുവിനെ പോലെ വേറെ ദാത്തും അസ്മാഉം സിഫാത്തും ഒക്കെ ഉള്ള ഇലാഹുകളാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു? ഒരിക്കലുമില്ല. മറിച്ച് റാസിഖായി, ഖാലിഖായി, മാലിക്കായി അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് തന്നെയായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറൈശികൾ കൂടുന്നിടത്തെല്ലാം പോയി വഹീദുല്ലാഹ ഫിൽ ഖൽഖി വറസ്ഖി വത്തദ്ബീർ എന്നല്ല വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ അള്ളാഹുവിനെ സൃഷ്ടിപ്പിലും നിയന്ത്രണത്തിലും റിസ്ക് നൽകുന്നതിലും ഏകനാക്കണം എന്നല്ല പറഞ്ഞത്. ഇവർ വേറെ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. നമ്മുടെ നാട്ടിലെ അമുസ്ലിമുകൾ വിശ്വസിക്കുന്ന പോലെ വേറൊരു പടച്ചവനിൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ, നമ്മുടെ നാട്ടിലെ ഖുറാഫികൾ പറയുന്നത് പോലെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ നബി എങ്ങനെയെന്ന് പറയേണ്ടിയിരുന്നത്? നിങ്ങൾ സൃഷ്ടിപ്പിലും നിയന്ത്രണത്തിലും റിസ്കിലും ഖൽക്കിലും തദ്ബീറിലുമെല്ലാം അള്ളാഹുവിന് ഏകത്വം വകവെച്ചു കൊടുക്കണം
എന്നാണ് പറയേണ്ടത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് എന്താ പറഞ്ഞത്? ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. തുഫ്ലിഹു, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാം. നോക്കൂ നിങ്ങൾ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ മഅന നമ്മുടെ നാട്ടിലെ ആളുകൾ, ഈ പറയപ്പെട്ട ആളുകൾ കോട്ടിമാറ്റും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്നാണ് അർത്ഥം. അള്ളാഹിനെ പോലെ വേറെ ഖാലിഖില്ല. അപ്പൊ അള്ളാഹിനെ പോലെ വേറെ ഖാലിഖില്ല എന്ന് വിശ്വസിച്ചാൽ മതി. അല്ലാത്തവർക്ക് എന്തും ചെയ്യാം. ലാ മാലിക ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ പോലെ കാര്യങ്ങളെല്ലാം ഉടമപ്പെടുത്തുന്ന ഉടമസ്ഥൻ വേറെ ആരുമില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ മക്ക മുശ്രിക്കുകൾ ഇതിന് മനസ്സിലാക്കിയ അർത്ഥം ഇതല്ല. ഇതിന്റെ ശരിയായ അർത്ഥം ഇതല്ല. കാരണം അവർക്ക് അള്ളാഹുവിനെ പോലെ വേറെ മാലിക്കില്ല, ഖാലിഖില്ല എന്നറിയാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവരത് പറയാൻ കൂട്ടാക്കിയില്ല. അവർ ചോദിച്ചത് എന്താണ്? ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഏ മുഹമ്മദ്, ഞങ്ങൾ ആരാധിച്ചു പോരുന്ന ഈ സകല ആരാധ്യന്മാരെ, ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും, ഇവരെല്ലാം കൂടി ഒരൊറ്റ ഇലാഹാക്കിയോ, ഒരൊറ്റ ആരാധ്യനാക്കിയോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, അത് ഭയങ്കര അത്ഭുതമുള്ള കാര്യമാണ് എന്നവർ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവർ കൂട്ടാക്കിയില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥമായി അവർ മനസ്സിലാക്കിയത് എന്താണ്? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ഇബാദത്ത് നൽകാൻ അർഹനായവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് മുഹമ്മദ് പറയാൻ വേണ്ടി പറയുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. കാരണം ഞങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യും, അതോടൊപ്പം അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യും. പക്ഷെ ഖാലിഖ് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. മാലിക് അള്ളാഹു ആണ്, മുദബ്ബിർ അള്ളാഹു ആണ്, വേറെ ആരുമില്ല. റുബൂബിയത്തിൽ അവർക്ക് ശിർക്കേ സംഭവിച്ചിട്ടില്ല. മറിച്ച് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഉലൂഹിയത്ത്, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം വകവെച്ച് നൽകണം എന്നിടത്താണ് അവർക്ക് ശിർക്ക് സംഭവിച്ചു. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം വരെ തെറ്റിച്ചു പറയുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അപ്പൊ മക്ക മുശ്രിക്കുകളുടെ ശിർക്കാണോ നമ്മുടെ നാട്ടിൽ ഇക്കാലഘട്ടത്തിൽ നടക്കുന്ന ശിർക്കാണോ കൂടുതൽ ഗൗരവം? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു ഗൗരവമുള്ള കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ സ്വഹാബികളിൽപ്പെട്ട ഒരാൾ ഒരിക്കൽ വന്നു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, മാ ഷാ അല്ലാഹു വ ശിഅ്ത, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ നടന്നു എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, എന്താണ് ഈ പ്രയോഗത്തിൽ അദ്ദേഹം നടത്തിയത്? അള്ളാഹുവും നിങ്ങളും, അള്ളാഹുവിനോടൊപ്പം ഒരു വാവ് ചേർത്ത് നബിയെ പരാമർശിച്ചു. അള്ളാഹുവും നിങ്ങളും. അറബി ഭാഷയിൽ ഈ അത്ഫിന്റെ വാവിന് മുസാവാത്ത് എന്നൊരർത്ഥം ഫലം ചെയ്യും. എന്ന് പറഞ്ഞാൽ തുല്യത, സമത്വം. അള്ളാഹു നിങ്ങൾ ഉദ്ദേശിച്ച പോലെ, അള്ളാഹു നിങ്ങൾ ഒരുപോലെ ഉദ്ദേശിക്കുന്നു എന്ന ധ്വനി ആ വാക്കിലുണ്ടായി. പക്ഷെ ആ സ്വഹാബി ഒരിക്കലെങ്കിലും ആ പറയുന്ന വേളയിൽ അള്ളാഹുവിന്റെ പദവിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിയിട്ടുണ്ടാവോ? മുവഹ്ഹിദായ ഒരിക്കലുമില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രയോഗത്തിലൊരു വാവ് അബദ്ധത്തിൽ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ തിരിച്ചു ചോദിച്ചു? അജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ എന്നെ അള്ളാഹുവിനോട് തുല്യനാക്കിയോ? നബി ചോദിച്ച ചോദ്യമാണിത്. ഒരു വാവ് അള്ളാഹു നിങ്ങളും എന്ന് കടന്നു വന്നപ്പോ ഖുൽ മാ ഷാ അല്ലാഹു വഹ്ദഹു, നബി തിരുത്തി കൊടുത്തു, അള്ളാഹു മാത്രം ഉദ്ദേശിച്ചത്. അതല്ലെങ്കിൽ വേറെ ചില റിവായത്തുകൾ കാണാം, അള്ളാഹു ഖുൽ മാ ഷാ അല്ലാഹ് സുമ്മ ഷാ ഫുലാൻ, അള്ളാഹു ഉദ്ദേശിച്ചത് പിന്നെ മറ്റു പലരും, അള്ളാഹുവിന് ശേഷം പിന്നെ എന്ന് പറയും. അള്ളാഹുവോടൊപ്പം എന്ന പ്രയോഗം വാക്കിൽ പോലും പാടില്ല. മനസ്സിൽ അത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ശരി. ചില മുസ്ലിയാക്കന്മാർ ഈ ഹദീസിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നു, അത് പറഞ്ഞ സഹാബിന്ന് അവർ പറയൂല, അത് പറഞ്ഞ ആൾ അള്ളാഹുവിനോട് സമനായി തുല്യനായി നബിയെ സങ്കല്പിച്ചിട്ടാണ് ഈ പറയുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരിക്കലുമല്ല. പ്രയോഗത്തിൽ വന്ന അബദ്ധം പോലും അള്ളാഹുവോടൊപ്പം നബിയെ ചേർത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. ഇതിന്റെ വെളിച്ചത്തിൽ ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവും നബിയെ താങ്കളും ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞപ്പോൾ, നബി ജീവിച്ചിരിക്കുന്ന സമയത്ത് നബിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ നബി അള്ളാഹുവോടൊപ്പം എന്നെ തുല്യനാക്കുകയാണോ എന്ന് ചോദിച്ചു തിരുത്തിയെങ്കിൽ, ഇന്നത്തെ കാലത്തെ മാലപ്പാട്ടിലൂടെയും മൗലൂദിന്റെ വരികളിലൂടെയും കേൾക്കുന്ന വരികളിലുള്ള പച്ചയായ ശിർക്ക്, ഖുദ് ബിയദി ഖല്ലത ഖീലതി, നബി എന്റെ കരങ്ങൾ പിടിക്കൂ,
എന്റെ പ്രയാസങ്ങൾ അകറ്റൂ. ഇർതകബ്തു അലൽ ഖത ഗൈറ ഹസ്രിൻ വഅദൻ ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയെ നേർക്ക് നേരെ വിളിച്ച് പാപമോചനത്തിൽ തേടുന്ന വരികൾ കേട്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഗൗരവത്തിൽ തിരുത്തും എന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെ ബദരീങ്ങളെയും മുഹിയുദ്ദീൻ ശൈഖിനെയും മമ്പറത്തെ തങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മദ്ഹ് എന്ന പേരിൽ വിളിച്ചു തേടുന്ന തേട്ടങ്ങൾക്ക് നബി എത്ര ഗൗരവത്തിൽ ശക്തമായി താക്കീത് ചെയ്യും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ശിർക്കിന്റെ ഗൗരവം നമ്മൾ ആഴത്തിൽ പഠിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഈ മസ്അലയിൽ പറഞ്ഞത്, അന്നല്ലാഹ ലാ യർളാ അയ്യുശ്റക ബിഹി. എന്തായിരുന്നു മസ്അല? അന്നല്ലാഹ ലാ യർളാ അയ്യുശ്റക മഅഹു അല അഹദുൻ ഫി ഇബാദതി ലാ മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസലുൻ. അല്ലാഹുവോടൊപ്പം അല്ലാഹുവിനോടുള്ള ഇബാദത്തിൽ ഒരാളെയും പങ്കു ചേർക്കുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. കാരണം അത് ശിർക്കാണ്. ലാ മലക്കുൻ മുഖറബുൻ, അല്ലാഹുവിനോട് എത്ര അടുത്ത മലക്കാണെങ്കിലും ശരി, അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിലും ശരി, വല നബിയ്യുൻ മുർസലുൻ, മുർസലീങ്ങളിൽ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെങ്കിലും ശരി, ഒരാളും അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമല്ല, അത് ശിർക്കാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള പ്രത്യേകതകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വകവെച്ചു കൊടുക്കുന്ന ചില വിശേഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാലയിലും മൗലൂദിലൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. ആ വിഷയത്തിലെ പ്രധാനപ്പെട്ട ഒരു കായിക കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയുന്നു, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ശിർക്കിന്റെ വരികൾ ഉന്നയിക്കുന്നവർക്കെതിരെ സംസാരിച്ചാൽ അവർ കണ്ടോ, നബിയെ ഒരു സാധാരണ മനുഷ്യനെ പോലെയാക്കി, നബിക്കൊരു പ്രത്യേകതയില്ലേ, നബി ഇവരുടെ കണ്ണിൽ ഒരു സാധാരണ മുഹമ്മദ്, അതിനപ്പുറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു പ്രത്യേകതയുമില്ലേ എന്ന് പറഞ്ഞ് നബിക്ക് അള്ളാഹുവിന്റെ പദവി വകവെച്ചു കൊടുക്കുന്ന അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ ഖുബൂരിയത്തിന്റെ വക്താക്കളിൽ നമ്മൾ കാണാറുള്ളത്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഖായിദയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹക്ക് അത് നബിക്ക് മാത്രമുള്ള ഹക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹക്ക് അത് അല്ലാഹുവിനോട് പ്രത്യേകമുള്ള ഹക്കാണ്. അല്ലാഹുവിനോടുള്ള ഹക്കും നബിയോടുള്ള ഹക്കും കൂട്ടിക്കലർത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹക്ക് എന്താണ്? നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൻ ലാ യുഅബദ്. നബി അള്ളാന്റെ അടിമയാണ്, പക്ഷേ അള്ളാഹുവിന്റെ അടിമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത് ചെയ്യപ്പെടാവതൽ, നബിക്ക് ഇബാദത്ത് വകവെച്ചു കൊടുക്കാൻ പാടില്ല. റസൂലുൻ, അതോടൊപ്പം സാധാരണ അടിമയാണ്, അല്ല റസൂലാണ്. ലാ യുകദ്ദബ്, നബിയെ കളവാക്കാൻ പാടില്ല, മറ്റു മനുഷ്യന്മാരെ പോലെയല്ല. ബൽ യുതാ വയുത്തബ, നബിയെ നമ്മൾ അനുസരിക്കണം, നബിയെ പിൻപറ്റണം. ചാണിനു ചാണായി മുഴത്തിനു മുഴമായി നബിയെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യണം, നബിയെ നമ്മൾ പകർത്തിയെടുക്കണം, ഒപ്പിയെടുക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മൾ വകവെച്ചു കൊടുക്കേണ്ടുന്ന ഹക്ക്. പക്ഷെ നബിക്ക് ഇബാദത്ത് ചെയ്യാൻ പാടുന്നുണ്ടോ? നബി വിളിച്ച് തേടാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. ഇതാണ് നബിയോടുള്ള ഹക്ക്. അള്ളാഹുവിനോടുള്ള ഹക്ക് അവന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. ഇത് രണ്ടും നമ്മൾ കൂട്ടിക്കലർത്താൻ പാടില്ല. ഈ വിഷയത്തിൽ ഉലമാക്കൾ പറയാനുള്ള ഒരു ബൈത്തുണ്ട്, അർ-റബ്ബു റബ്ബുൻ വർ-റസൂലു ഫഅബ്ദു ഹഖ്ഖൻ വലൈസ ലനാ ഇലാഹുൻ സാനിൻ. റബ്ബ് റബ്ബാണ്, അവൻ ഏകനാണ്, അല്ലാഹു മാത്രമാണ്. റസൂൽ റബ്ബിന്റെ അടിമയാണ്. വലൈസ ലനാ ഇലാഹുൻ സാനി, നമുക്ക് റബ്ബായ അല്ലാഹു അല്ലാതെ മറ്റൊരു രണ്ടാമത്തെ ഇലാഹില്ല. റസൂല് മാത്രമാണ്, അല്ലാഹുവിന്റെ അടിമയാണ്. ലില്ലാഹി ഹഖ്ഖുൻ ലാ യകൂനു ലിഗൈരിഹി, അല്ലാഹുവിന് മാത്രം വകവെച്ചു കൊടുക്കേണ്ടുന്ന ഹക്കുണ്ട്. ഇബാദത്ത് അല്ലാഹുവിന് മാത്രമാണ്, അത് മറ്റൊരാൾക്കും വകവെച്ചു കൊടുക്കാവതല്ല. വലി അബ്ദിഹി ഹഖ്ഖുൻ, അള്ളാഹുവിന്റെ അടിമക്കും ഹക്കുണ്ട്. അള്ളാഹുവിന്റെ അടിമയായ റസൂലിനെ അനുസരിക്കുക, പിൻപറ്റുക. ഹുമ ഹക്കാനി, ഈ രണ്ട് ഹക്കും രണ്ട് ഹക്കാണ്. രണ്ടും ഒന്നാണോ? ഒരിക്കലുമല്ല. രണ്ട് കൂട്ടിക്കലർത്താൻ പാടില്ല. ലാ തജ്അലുൽ ഹഖൈനി ഹഖൻ വാഹിദ. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ഹക്കും നബിയോടുള്ള ഹക്കും, ഈ രണ്ടു ഹക്കും കൂടി നീ ഒരൊറ്റ ഹക്കാക്കി മാറ്റരുത്.
മിൻ ഗൈരി തംയീസിൻ വലാ ഫുർഖാനിൻ, ഇതിനെ രണ്ടിനെയും വ്യവച്ഛേദിക്കാതെ മാറ്റി നിർത്തി അതിനെ വ്യത്യസ്തമായി മനസ്സിലാക്കാതെ അള്ളാഹുവിനുള്ള ഹക്ക് നീ റസൂലിന് വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട മറ്റൊരു പാഠമാണ്. ഇനി നമുക്ക് ഈ മസ്അലയിൽ തെളിവായി ഷെയ്ഖുൽ ഇസ്ലാം കൊണ്ടുവന്ന ആയത്തിലേക്ക് വരാം. എന്താണ് തെളിവ്? സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്ത്. വദ്ദലീൽ ഖൗലുഹു തആല വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. വഅന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ തീർച്ചയായും അല്ലാഹുവിനുള്ളതാണ്. ഈ ആയത്തിൽ പരാമർശിച്ച മസാജിദ്, മസ്ജിദുകൾ എന്ന വാക്കിന് പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യത്യസ്തങ്ങളായ 4 അഭിപ്രായങ്ങൾ, 4 ഉദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി ഇവിടെ മസ്ജിദുകൾ എന്ന് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ അൽ മവാദിഉൽ മഖ്സൂസ ബിസ്സലാ, നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട ഇടങ്ങൾ, അതാണല്ലോ മസ്ജിദുകൾ. സ്വതവേ നമ്മൾ മസ്ജിദുകൾ എന്ന് പറയുന്നത് ഈ രൂപത്തിലാണ്. അപ്പോൾ നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട മസ്ജിദുകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അവിടെ അല്ലാഹുവോടൊപ്പം മറ്റാരാളെയും നിങ്ങൾ വിളിച്ചു തേടരുത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? പണ്ഡിതന്മാർ ഈ വിശദീകരണം നൽകുന്ന മുഫസ്സിറുകൾ പറയുന്നത്, യഹൂദികളും നസാറാക്കളും അവരുടെ സിനഗോഗുകളിലും അവരുടെ കനായിസുകളിലുമെല്ലാം കയറിക്കഴിഞ്ഞാൽ, ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിനെ വിളിച്ചു തേടുന്നതോടൊപ്പം അവർ ശിർക്ക് ചെയ്യും. അള്ളാഹുവോടൊപ്പം ഈസാ നബിയെയും അതുപോലെ തന്നെ ഉസൈറിനെയും മറിയം ബിബിയെയും എല്ലാം വിളിച്ച് അവർ ശിർക്ക് ചെയ്യും. അതുകൊണ്ട് മുസ്ലിമീങ്ങൾ അവർ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പ്രവേശിക്കുന്ന മസ്ജിദുകൾ അങ്ങനെ ആയിക്കൂടാ. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അവർ ചെയ്യുന്നത് പോലെ അള്ളാഹുവോടൊപ്പം ഒരാളെയും നിങ്ങൾ വിളിച്ചു തേടാൻ പാടില്ല. ആ അർത്ഥത്തിലാണ് ഇവിടെ മസ്ജിദുകൾ എന്ന പ്രയോഗം എന്ന് മുഫസ്സിരീങ്ങളിൽ ഒരു വിഭാഗം പറഞ്ഞു. മറ്റൊരു വിഭാഗം പറഞ്ഞു ഇവിടെ മസ്ജിദുകൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കുല്ലുൽ അർള്, ഭൂമി മുഴുവൻ എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, വജുഇലത് ലിയൽ അർളു മസ്ജിദൻ വതഹൂറ, ഭൂമി മുഴുവൻ എനിക്ക് മസ്ജിദായും ശുദ്ധിയുള്ള സ്ഥലമായും നിസ്കരിക്കാൻ പ്രാപ്തമായ സ്ഥലമായും അള്ളാഹു നിശ്ചയിക്കും. ഇപ്പൊ ഭൂമിയിൽ എവിടെ വൃത്തിയുള്ള, നജസ് പുരളാത്ത ഏത് സ്ഥലമുണ്ടോ അവിടെയൊക്കെ നമുക്ക് നിസ്കരിക്കാം, ഖിബലക്ക് അഭിമുഖീകരിച്ച്. ഭൂമിയിൽ എവിടെയും മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാം, ശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ നിസ്കരിക്കാം. അപ്പോ ഈ അടിസ്ഥാനത്തിലാണെങ്കിൽ വഅന്നൽ മസാജിദ ലില്ലാഹ്, ശുദ്ധിയുള്ള ഭൂവിടങ്ങളെല്ലാം അള്ളാഹുവിനുള്ളതാണ്. കാരണം ഭൂമി മുഴുവൻ അള്ളാഹു മസ്ജിദാക്കി എന്ന് പറഞ്ഞല്ലോ. അവിടെ ഭൂമിയിൽ എവിടെയും അള്ളാഹുവിനൊരാളെയും ശിർക്ക് വെക്കാൻ പാടില്ല. ഇതാണ് ഈ ആയത്തിന്റെ മറ്റൊരർത്ഥം. ഇനി മൂന്നാമത്തെ അഭിപ്രായ പ്രകാരം ഇവിടെ മസാജിദ് എന്ന് പറഞ്ഞത് അല്ലാഹു സുജൂദുല്ലതി തസ്ജുദു അലൈഹ, നമ്മൾ സുജൂദ് ചെയ്യുന്ന സുജൂദിന്റെ അവയവങ്ങൾ, അവക്കാണ് മസാജിദ് എന്നിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് എന്ന് മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞു. സുജൂദ് ചെയ്യുന്ന അവയവങ്ങൾ, നമ്മുടെ കൈകാലുകൾ, മുഖം, ഇതെല്ലാം അതിലടങ്ങും. അപ്പൊ സുജൂദിന്റെ അവയവങ്ങൾ, നമ്മുടെ ഒരു മുസ്ലിമിന്റെ ശാരീരിക അവയവങ്ങൾ. വഅന്നൽ മസാജിദ ലില്ലാഹ്, ഒരു മുസ്ലിമിന്റെ അംഗവിക്ഷേപങ്ങളും അവന്റെ അവയവങ്ങളും എല്ലാം അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹു നൽകിയതാണ്, അത് അള്ളാഹുവിന് സമർപ്പിക്കേണ്ടതാണ്. ഫലാ തസ്ജുദു ലിഗൈരി, അതുകൊണ്ട് ആ അവയവങ്ങൾ കൊണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് നീ സുജൂദ് ചെയ്തേക്കരുത്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവോടൊപ്പം ആ സുജൂദിന്റെ അവയവങ്ങൾ, അതുകൊണ്ട് അവൻ ഇബാദത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടരുത്. ഇതാണ് ഇതിന്റെ മറ്റൊരർത്ഥം. മനസ്സിലായോ? നാലാമത്തെ അർത്ഥം, ഇവിടെ മസ്ജിദുകൾ എന്നതിന്റെ ഉദ്ദേശം സുജൂദ് എന്ന് തന്നെയാണ്. കാരണം സജദ യസ്ജുദു സുജൂദൻ വമസ്ജദൻ, സജദ എന്നതിന്റെ അറബി ഭാഷ സാമാന്യം അറിയുന്നവർക്കറിയാം. സജദ യസ്ജുദു, അതിന്റെ മസ്ദറാണ് സുജൂദ്. മറ്റൊരു മസ്ദറായി മസ്ജദ് അല്ലെങ്കിൽ മസ്ജിദ് എന്നൊക്കെ മസ്ദറായി പറയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മസ്ജദ് എന്നതിന്റെ ബഹുവചനമായി മസാജിദ് എന്ന് പറയാം. ആ അടിസ്ഥാനത്തിലാണെങ്കിൽ സുജൂദ് ചെയ്യുക എന്നതാണ് മസാജിദുകൾ എന്നതിന്റെ അർത്ഥം. സുജൂദ് ചെയ്യൽ, സുജൂദുകൾ
എന്നർത്ഥത്തിലാണ് ഇവിടെ മസാജിദ്. അപ്പൊ സുജൂദുകൾ വഅന്നൽ മസാജിദ ലില്ലാഹ്, സുജൂദുകൾ മുഴുവൻ അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, നിങ്ങൾ അള്ളാഹുവോടൊപ്പം മറ്റൊരാളെയും വിളിച്ചു തേടരുത്. ചുരുക്കി പറഞ്ഞ ഈ 4 അർത്ഥം ഈ ആയത്തിന്റെ പരിധിയിൽ വരും. നമ്മൾ ഞാൻ എന്തിനാണ് ഈ 4 അഭിപ്രായം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഖുർആനിലെ ഓരോ ആയത്തുകൾക്കും വിശാലമായ വ്യാപകമായ അർത്ഥമുള്ള ആയത്തുകളാണ്. അതുകൊണ്ട് ഒരു പരിഭാഷ മാത്രം വായിച്ച് നമുക്കതിൽ പ്രത്യക്ഷത്തിൽ മനസ്സിലായ അർത്ഥം മാത്രം ഉൾക്കൊണ്ടല്ല നമ്മൾ ഖുർആൻ പഠിക്കേണ്ടത്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ പ്രബലമായ വിശദീകരണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ ഒരായത്തിൽ നിന്ന് ധാരാളം പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ പറഞ്ഞ വിശദീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സുജൂദ് മുഴുവൻ അല്ലാഹുവിനുള്ളതാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, വഅന്നൽ മസാജിദ ലില്ലാഹ്, സുജൂദിന്റെ അവയവങ്ങൾ, അംഗവിക്ഷേപങ്ങൾ മുഴുവൻ അല്ലാഹുവിനുള്ളതാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, ഭൂമി മുഴുവൻ അല്ലാഹുവിനുള്ളതാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കപ്പെട്ട മസ്ജിദുകൾ മുഴുവൻ അല്ലാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അതിനാൽ നിങ്ങൾ അല്ലാഹുവോടൊപ്പം മറ്റൊരാളെയും വിളിച്ച് തേടരുത്, ഇബാദത്ത് ചെയ്യരുത്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇനി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അപ്പോൾ വഅന്നൽ മസാജിദ, ഈ ആയത്തിലെ മസാജിദുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ഭാഗം എന്താണ്? ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത്, മഅല്ലാഹ്, അല്ലാഹുവോടൊപ്പം. ഇവിടെ പറഞ്ഞ ദുആ, ഖുർആനിലും സുന്നത്തിലും ദുആ എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രയോഗം, ഇസ്ലാമിൽ ദുആ എന്ന് പറഞ്ഞാൽ ആ ദുആ 2 രൂപത്തിലുണ്ട്. ദുആഇനെ 2ആയി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വേർതിരിക്കുന്നു. ഒന്ന് ദുആഉ ഇബാദ, മറ്റൊന്ന് ദുആഉൽ മസ്അല. ദുആഉൽ ഇബാദ, ദുആഉൽ മസ്അല. ദുആഉൽ മസ്അലയാണ് സാധാരണ ദുആ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്താറുള്ള ദുആ. എന്താണ്? അല്ലാഹുവേ കാക്കണേ, പുറത്തു തന്നെ റബ്ബേ, സ്വർഗം ലഭിക്കണേ, നരകത്തിൽ നിന്ന് കാക്കണേ. അള്ളാഹുവിനെ വിളിച്ച് നമ്മൾ തേടുക, നമ്മുടെ ആവശ്യങ്ങൾ പറയുക. ഈ തേട്ടം, മസ്അല എന്ന് പറഞ്ഞാൽ എന്താ? ചോദ്യം, തേട്ടം. ഇങ്ങനെ നമ്മൾ തേടുന്ന തേട്ടം, അതിനാണ് ഇതെന്ന് പറയാ ദുആഉ മസ്അല. അള്ളാഹുവിനെ വിളിച്ച് ചോദിക്കുന്ന ചോദ്യം, തേട്ടം, പ്രാർത്ഥന, അതിനാണ് ദുആഉൽ മസ്അല എന്ന് പറയാ. എന്നാൽ ദുആഇന്റെ മറ്റൊരു രൂപമാണ് ദുആഉൽ ഇബാദ. ദുആഉൽ ഇബാദ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഇബാദത്ത് ചെയ്യുന്നുണ്ടോ തത്വത്തിൽ ആ ഇബാദത്ത് കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് തേടുകയാണ്. ഉദാഹരണത്തിന് നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ ആ നിസ്കാരം കൊണ്ട് അള്ളാഹുവിനോട് തേടുകയാണെന്ത്? അള്ളാഹുവേ, എന്റെ നിസ്കാരം നീ കബൂലാക്കണമേ, ഈ നിസ്കാരത്തിലൂടെ നീ എനിക്ക് വാഗ്ദാനം ചെയ്ത പ്രതിഫലം നൽകണമേ, എന്റെ പാപങ്ങൾ പുറത്തു തരണമേ, എനിക്കിത് സ്വർഗപ്രവേശത്തിന് കാരണമാക്കണമേ. ആ ഇബാദത്ത് കൊണ്ട് നമ്മൾ ആ ഇബാദത്ത് മുൻനിർത്തി അള്ളാഹിനോട് ദുആ ചെയ്യാണ്. മനസ്സിലായോ? നോമ്പെടുക്കുന്ന നോമ്പുകാരൻ അവന്റെ നോമ്പ് കണ്ട അള്ളാഹുവിനോട് സ്വർഗം തേടുകയാണ്, നരകത്തിൽ നിന്ന് കാവൽ തേടുകയാണ്, അള്ളാഹുവിന്റെ ഇഷ്ടം അത് കേഴുകയാണ്. ഇങ്ങനെ ഏതേത് ഇബാദത്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ തത്വത്തിൽ ആ ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, തേടുകയാണ്. ഇതിനാണ് എന്തെന്ന് പറയാ? ദുആഉൽ ഇബാദ. ഈ 2 അർത്ഥത്തിലുള്ള ദുആവും ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രം. ഫലാ തദ്ഉ മഅല്ലാഹ്, അവിടെ അള്ളാഹുവോടൊപ്പം ഇബാദത്തിന്റെ ദുആ ആകട്ടെ, മസ്അലയുടെ ദുആ ആകട്ടെ, അള്ളാഹുവോടൊപ്പം വേറെ ആൾക്കും നമുക്ക് ആ ദുആ വകവെച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. والصلاة والسلام على رسول الله بعد. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين. സഹോദരങ്ങളെ, അപ്പോൾ ദുആ അത് 2 രൂപത്തിലുണ്ട്. ദുആഉൽ ഇബാദ, ദുആഉൽ മസ്അല. ദുആഉൽ ഇബാദ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ഇബാദത്ത് ചെയ്യുന്നുണ്ടോ തത്വത്തിൽ ആ ഇബാദത്ത് കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് തേടുകയാണ്. നമ്മുടെ ഇബാദത്തുകളിൽ അങ്ങനെ ഒരു തേട്ടത്തിന്റെ മനസ്സില്ലെങ്കിൽ ഇനി മുതൽ നമ്മളത് സ്ഥാപിക്കണം. നിസ്കരിക്കുകയാണ് 5 നേരം, സദഖ നൽകുകയാണ്, അതല്ലെങ്കിൽ നോമ്പെടുക്കുകയാണ്. നമ്മൾ ആ ഇബാദത്ത് കേവലം യാന്ത്രികമായ ശാരീരികമായ ഒരു പ്രക്രിയയായി അതിനെ പരിമിതപ്പെടുത്തരുത്. മറിച്ച് അതിലൂടെ അള്ളാഹുവിനുള്ള തേട്ടമുണ്ടാണ്. അള്ളാഹുവേ, ഈ നോമ്പ്, ഈ നിസ്കാരം, ഈ സദഖ, ഈ നന്മ ഇതെനിക്ക് സ്വർഗം നേടിത്തരാൻ, എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നിന്റെ ഇഷ്ടം സമ്പാദിക്കാൻ, എന്റെ പദവികൾ ഉയരാൻ,
എനിക്ക് സമാധാനം ലഭിക്കാൻ, എനിക്ക് സ്വസ്ഥത ലഭിക്കാൻ, നിന്റെ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ, ഇങ്ങനെ എന്തൊക്കെ തേട്ടങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതൊക്കെ ഇബാദത്തിന്റെ തേട്ടമായി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. നല്ല നിയ്യത്തായി സ്വരുക്കൂട്ടണം. അതോടൊപ്പം ദുആ ഉൽ മസ്അല, അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ മുൻനിർത്തി തേടിക്കൊണ്ടേയിരിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഇത് രണ്ടും സമ്മേളിച്ചാൽ ഉദ്ഊനി അസ്തജിബ് ലക്കും, അള്ളാഹുവിന്റെ വാഗ്ദാനം, നിങ്ങൾ എന്നോട് ഇങ്ങനെ ദുആ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അള്ളാഹുവിന്റെ വാഗ്ദാനമാണത്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അപ്പൊ ഫലാ തദ്ഉ മഅ അല്ലാഹ്, അള്ളാഹുവോടൊപ്പം ദുആ, അള്ളാഹുവോടൊപ്പം അഹദ, ഒരാൾക്കും അത് വകവെച്ച് നൽകാൻ പാടില്ല. അവിടെ അഹദ എന്നത് അറബി ഭാഷ അറിയുന്നവർക്കറിയാം, നഹിയിന്റെ സിയാഖിൽ നക്കിറയായ ഒരു പ്രയോഗം വന്നാൽ അതിന് ഉമൂമിന്റെ ഫലം ചെയ്യുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ഫലാ തദ്ഉ എന്നാണ് ആ സെന്റൻസിന്റെ പ്രയോഗം, നഹിയാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, മസ്ജിദുകൾ അല്ലാഹുവിനുള്ളത്. ഫലാ തദ്ഉ, നിങ്ങൾ ദുആ ചെയ്യരുത്, വിലക്കാണ്, നഹിയാണ്. ദുആ ചെയ്യരുത് അല്ലാഹുവോടൊപ്പം. അഹദ എന്ന പ്രയോഗം നക്കിറയാണ്. നക്കിറ എന്ന് പറഞ്ഞാൽ എന്താ? അലിഫ്ലാം ഇല്ലാത്ത അഹദ, അൽ അഹദ് എന്നല്ല അവിടെ വന്നത്, അഹദ എന്നാണ് വന്നത്. അപ്പൊ അലിഫ്ലാം ഇല്ലാതെ വന്നതുകൊണ്ട് അതിന് നക്കിറ എന്ന പ്രയോഗമാണ്. അപ്പൊ ഒരു കാര്യം നഹി ചെയ്തിട്ട് വിലക്കിയിട്ട് പിന്നിൽ അലിഫ്ലാമില്ലാത്ത നക്കിറയായ പ്രയോഗം വന്നു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഉൾക്കൊള്ളുമോ അതൊക്കെ ഭാഷാപരമായി തന്നെ. ഒരാളെ എന്ന് പറഞ്ഞാൽ കൂടുതൽ തഫ്സീറിലേക്കും അതിന്റെ വിശദീകരണങ്ങളിലേക്കും പോകാതെ തന്നെ ഭാഷാ നിയമത്തിൽ തന്നെ നബിയാകട്ടെ, മലക്കാകട്ടെ, ജിന്നാകട്ടെ, ഇൻസാകട്ടെ, മരിച്ചവരാകട്ടെ, ജീവിച്ചിരിക്കുന്നവർ ആരുമാകട്ടെ അള്ളാഹുവോടൊപ്പം ഒരാൾക്കും ഇബാദത്തിന്റെ ഒരു അംശവും വകവെച്ചു കൊടുക്കാൻ പാടില്ല. ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം മസ്അലയുടെ തുടക്കത്തിൽ പറഞ്ഞത് അന്നല്ലാഹ ലാ യർളാ അയ്യുശ്റക മഅഹു അഹദുൻ, ഒരാളും ഫി ഇബാദത്തി. എന്നിട്ട് ഒന്നുകൂടി അദ്ദേഹം ഉറപ്പിച്ചു, ലാ മലക്കുൻ മുഖറബുൻ, അള്ളാഹിനോട് ഏറ്റവും അടുത്ത മലക്കാകട്ടെ, വലാ നബിയ്യുൻ മുർസൽ, അള്ളാഹു അയച്ച നബിയാകട്ടെ, ആരുമാകട്ടെ, ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ. അതാണ് അഹദ എന്നതിന്റെ അർത്ഥം. ശരി, ഇനി ഇതിൽ ഒളിഞ്ഞു കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു മസാലയുണ്ട്. അപ്പൊ ദുആ, തേട്ടം, പ്രാർത്ഥന, അത് അല്ലാഹു അല്ലാത്തവരോട് വകവെച്ചു കൊടുക്കാൻ പാടില്ല. അത് ശിർക്കാണ്. എപ്പോഴാണ് ഒരു തേട്ടം, ഒരു ദുആ ശിർക്കായി തീരുക? ശിർക്കായി തീരുന്ന ദുആഇന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ 3 രൂപങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ശിർക്കിലേക്ക് എത്തുന്ന തേട്ടം, ദുആ, പ്രാർത്ഥന, അതിന് 3 രൂപങ്ങളുണ്ട്. ഒന്നാമത്തെ രൂപം ദുആഉൽ മയ്യിത്തി മുത്ലഖൻ, മരിച്ച മയ്യിത്തിനോട് തേടുന്ന ഏത് തേട്ടവും, ഏത് ദുആവും നിരുപാധികം, അതിനൊരു ഉപാധിയില്ല. മരിച്ച ആളോട് തേടുന്ന ഏത് തേട്ടവും ശിർക്കാണ്, ശിർക്കുൽ അക്ബറാണ്. അങ്ങനെ മരിച്ച ഒരാളോട് എന്ത് തേടിയാലും ആ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. ഖബറിന്റെ അടുക്കൽ ചെന്ന് തേടിയാലും ശരി, ഖബറിന് വിദൂരത്ത് നിന്ന് തേടിയാലും ശരി, മരിച്ച മയ്യിത്താണോ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുകൾ ചെന്നാണെങ്കിലും ശരി, ഖുലഫാഉർ റാഷിദുകളുടെ ഖബറുകളിൽ ചെന്നാണെങ്കിലും ശരി, അമ്പിയാക്കളുടേതെന്ന് ഇവർ തെറ്റിദ്ധരിപ്പിക്കുന്ന ഖബറുകൾക്കരികിൽ ചെന്നാലും ശരി, മരിച്ച മയ്യിത്താണോ അവിടെ ചെന്ന് എന്ത് തേടിയാലും, അതാരാണെങ്കിലും മയ്യിത്താണോ നിരുപാധികം ആ തേട്ടം ശിർക്കാണ്. ഇത് അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിയമമാണ്, ഖായിദയാണ്, അഖീദയാണ്, വിശ്വാസമുണ്ട്. ഉറപ്പിച്ചു വെക്കണം നമ്മൾ. ഇപ്പൊ ഒരാൾ മരിച്ച മയ്യിത്തിനോട് തേടുന്നുണ്ടോ, ആരാകട്ടെ, ലാ മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസലുൻ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ എന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലാഹു നമ്മെ പഠിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ശിർക്കാണത്. അല്ലാഹു പറഞ്ഞു സൂറത്തുൽ മുഅ്മിനൂനിലൂടെ, വമൻ യദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവോടൊപ്പം മറ്റൊരു ഇലാഹിനെ വിളിച്ച് തേടിയ. അപ്പൊ അള്ളാഹിനോടൊപ്പം ആരെങ്കിലും വിളിച്ച് തേടുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ഇലാഹാക്കിയിട്ടല്ല തേടുന്നതെന്നാ പറയല്. നമ്മൾ അവരെ ഇലാഹാക്കുന്നില്ല, ഇലാഹ് അള്ളാഹ് മാത്രമാണ്. എന്നിട്ടാണ് നമ്മൾ തേടുന്നത്. അള്ളാഹുവോടൊപ്പം ആരെങ്കിലും വിളിച്ച് തേടിക്കഴിഞ്ഞാൽ അതാണ് ഇലാഹാക്കൽ. ഇലാഹാക്കിയിട്ടില്ല എന്ന് ന്യായം പറയലല്ല, അത് ഇലാഹാക്കലാണ്. കാരണം എന്താ? ദുആ എന്താണ്? ഇബാദത്താണ്. ആ ഇബാദത്താകുന്ന ദുആ ആർക്ക് മാത്രമാണ്?
അള്ളാഹുവിന് മാത്രമാണ്, ഇലാഹായ റബ്ബിന് മാത്രമാണ്. ആ ദുആ അല്ലാഹ് അല്ലാത്തവരിലേക്ക് തിരിച്ചു വിട്ടാൽ അവരെ ഇലാഹാക്കലാണ്. ഇലാഹാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ പണി ചെയ്താൽ അത് ശിർക്കാവാതിരിക്കുകയില്ല. ലാ ബുർഹാന ലഹു ബിഹി, അല്ലാഹ് പറഞ്ഞു അവർക്ക് അതിന് യാതൊരു തെളിവുമില്ല. അള്ളാഹിനോടൊപ്പം മറ്റുള്ളവരെ വിളിച്ചു തേടാൻ അവർക്ക് യാതൊരു തെളിവുമില്ല. അല്ലാഹ് പറയാണ്. എന്നിട്ടാണ് മുസ്ലിയാക്കന്മാർ ഖുർആനിൽ തെളിവ് ചെയ്യാൻ നിൽക്കുന്നത്. അല്ലെ, പ്രസിദ്ധമായ ഒരു സംവാദത്തിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടാൻ തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് മൗലവി, ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ആയത്ത് ഉദ്ധരിക്കുകയാണ്. നിങ്ങൾക്കറിയാം ആ സംഭവം. തെളിവുണ്ടോ? ലാ ബുർഹാന ലഹു ബി, അള്ളാഹു പറയണം അവർക്ക് തെളിവില്ലാന്ന്. ഇവർ തെളിവുണ്ടാക്കാൻ നടക്കുകയാണ്. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി, അവരുടെ വിചാരണ അള്ളാഹുവിലാണ്. അള്ളാഹു അവരുടെ വിചാരണ ചെയ്യും. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിർ, ഇങ്ങനെയുള്ള കാഫിറുകൾ നോക്കൂ നിങ്ങൾ, അവരെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടിയവരെ കുറിച്ച് എന്താ പറഞ്ഞത്? കാഫിറുകൾ. നമ്മൾ അവരെ നേരെ പോയി കാഫിർ എന്ന് വിളിക്കണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അവരുടെ വിധി എന്താണ്? കുഫ്റാണ് സംഭവിച്ചത്. അവർ ഇസ്ലാമിന്റെ പടിക്ക് പുറത്തു പോകും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു അതിനെ കുഫ്ർ എന്ന് വിശേഷിപ്പിച്ചു. ഇൻ തദ്ഉഹും, അല്ലെ, മരിച്ച ഖബറിലുള്ള പുണ്യപുരുഷന്മാർ, ഔലിയാക്കൾ, തങ്ങന്മാർ, അമ്പിയാക്കൾ, അവൻ ഞങ്ങളുടെ വിളി കേൾക്കും എന്നാണ് ഇവർ പറയുന്നത്. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിക്കുകയാണെങ്കിൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ വിളി അവർ കേൾക്കുകയില്ല. അള്ളാഹു പറയാണ്, നിങ്ങൾ അവരോട് വിളിച്ചു തേടിയാൽ കേൾക്കുമെന്ന് സങ്കല്പിച്ച് നിങ്ങൾ വിളിച്ചു തേടിയാൽ, മരിച്ച മയ്യത്തുകളോട് തേടിയാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല തന്നെ. വലൗ സമിഉ, ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെയും മസ്തജാബു ലക്കും, അവർക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയില്ല തന്നെ. അള്ളാഹു പറയാണ്, കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യാൻ സാധിക്കില്ല. ഉത്തരം ചെയ്യാൻ സാധിക്കാത്തവരോട് എന്തെങ്കിലും ചോദിക്കുക എന്നത് വിഡ്ഢിത്തമാണ്, ബുദ്ധിശൂന്യമാണ്. കേട്ടുത്തരം ചെയ്യാൻ സാധിക്കുന്ന സമീഉം മുജീബുമായ റബ്ബിനോടാണ് ദുആ ചെയ്യേണ്ടത്. കേൾക്കാനും ഉത്തരം ചെയ്യാൻ സാധിക്കുന്നവനായ റബ്ബിനോട് മാത്രമാണ് ദുആ. കേൾക്കാത്ത, ഇനി കേട്ടാൽ തന്നെ ചോദിക്കുന്ന നൽകാൻ കഴിയാത്തവരോട് ദുആ പാടില്ല. അത് ശിർക്കാണ്. കേൾക്കുകയും ഉത്തരം ചെയ്യുകയും എന്നെന്നും ജീവിച്ചിരിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ദുആ അള്ളാഹുവിനോട് മാത്രം. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അള്ളാഹു എന്നിട്ട് പറയുന്നു, ആ തേട്ടമുണ്ടല്ലോ, കേൾക്കുമെന്ന് പ്രതീക്ഷിച്ച് മരിച്ച മയ്യിത്തുകളോട് ഖബറിൽ പോയി തേടുന്ന ആ തേട്ടം, ആ തേട്ടത്തിന് അള്ളാഹു പറയാണ്, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ഈ ശിർക്ക് അതിനവർ നിഷേധിക്കും. നിങ്ങളെ വിളിച്ച് തേടിയ ആളുകൾ, തേടപ്പെട്ട ഖബറിലെ മരിച്ച മണ്ണായ മയ്യിത്തുകൾ, അമ്പിയാക്കളെന്നും ഔലിയാക്കളെന്നും പുണ്യപുരുഷന്മാരെന്നും നിങ്ങൾ വിശേഷിപ്പിച്ചവർ, നിങ്ങളുടെ ശിർക്കിനെ അള്ളാഹു അതിനെ പറ്റി എന്താ പറഞ്ഞു? ബിശിർക്കിക്കും, ശിർക്ക് എന്നാണ് പറഞ്ഞത്. ഇവർ പറഞ്ഞു നമ്മൾ ശിർക്ക് ചെയ്യുന്നില്ലേ, എങ്ങനെ അത് ശിർക്കാകും? അള്ളാഹു പറയുന്നു ആ തേട്ടം ശിർക്കമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോ ശിർക്കിലേക്ക് എത്തുന്ന തേട്ടത്തിന്റെ ഒന്നാമത്തെ ദുആഇന്റെ ഒന്നാമത്തെ രൂപം, മരിച്ച മയ്യത്തിനോടുള്ള ഏത് തേട്ടവും, അവരാരാണെങ്കിലും ശരി, നിരുപാധികം എന്താണ്? ഇസ്ലാമിന്റെ പടിക്ക് പോകുന്ന ശിർക്കുൻ അക്ബർ, വലിയ ശിർക്കാണ്. അതിലായ ഒരാൾ മരിച്ചാൽ അവൻ കാലാകാലം നരകത്തിലായിരിക്കും. രണ്ടാമത്തെ രൂപം ദുആഉൽ ഹയ്യിൽ ഗായിബിൽ ലദീ ഹുവ ബഈദുൻ അൻക ഫദുആഉഹു ശിർക്കുൻ അക്ബർ. മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുള്ള ആളാണ്, ഹയാത്തിലുണ്ട്, പക്ഷേ ഇവിടെ സ്ഥലത്തില്ല, ഹാളിറല്ല, ഗായിബാണ്, വാപ്പയാണ്, തങ്ങളാണ്, ത്വരീഖത്തിന്റെ ഷെയ്ഖാണ്, പക്ഷെ നാട്ടിലില്ല, ഗൾഫിലാണ്. ഇവിടെ ഇരുന്നിട്ട് കുട്ടി വിളിച്ചിട്ട്, വാപ്പാ എനിക്ക് നാളെ ഒരു 10,000 റുപ്യന്റെ ആവശ്യമുണ്ട്. അത് വാപ്പാനെ ഫോണിൽ വിളിച്ച് തേടില്ല, വാപ്പാനെ ഫോണിൽ വിളിച്ചിട്ട് എനിക്ക് 10,000 റുപ്യ അയച്ചിണ്ടെന്ന് പറയില്ല, എനിക്ക് നാളെ എന്നൊരു ആവശ്യമുണ്ട്, എനിക്കത് സാധിപ്പിച്ചു തരണേ. എന്താണ് ആ തേട്ടം? ശിർക്കാണ്. അതായത് ജീവിച്ചിരിപ്പുള്ള, സ്ഥലത്തില്ലാത്ത, നമ്മിൽ നിന്ന് വിദൂരമായ ആളുകളോട് തേടുന്ന ഏത് തേട്ടവും, ആ തേട്ടം അവർക്ക് കഴിയുന്ന കാര്യമാണെങ്കിൽ ശരി. ഗൾഫിലുള്ള ഉപ്പാനോട്, ഉമ്മാനോട്, ഉമ്മ എനിക്കിഷ്ടമുള്ളൊരു ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് പുരയിലിരുന്നിട്ട് വിളിച്ചു പറഞ്ഞാൽ എന്താണത്? ആ തേട്ടം ശിർക്കാണ്. കാരണം എന്താ? ഉമ്മ ഇവിടെ സ്ഥലത്തില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു ഉദാഹരണത്തിന് നമ്മൾ തമാശയായി പറഞ്ഞതാണ്. പക്ഷേ അങ്ങനെ സ്ഥലത്തില്ലാത്തപ്പോ ഈ പറയുന്ന തങ്ങന്മാര്, അതല്ലെങ്കിൽ ബൈഅത്ത് കൊടുക്കുന്ന ഷെയ്ഖന്മാർ, അവരെ മുരീദന്മാർ, അവർ സ്ഥലത്തില്ലെങ്കിൽ അവരെ വിളിച്ചു തേടും. ഷെയ്ഖയെ കാക്കണേ, മുരീദ് വിളിച്ചു തേടും. ഇങ്ങനെ
ജീവിച്ചിരിപ്പുള്ള നമ്മുടെ സ്ഥലത്തില്ലാത്ത ഹാളിറല്ലാത്ത മറഞ്ഞൊരു വ്യക്തിയോട് എന്ത് ചോദിച്ചാലും എന്ത് തേടിയാലും എന്താണ്? ശിർക്കാണ്. കാരണം എന്താ? സ്ഥലത്തില്ലാത്ത ആൾ നമുക്ക് എന്ത് ചെയ്തു തരും? എന്താ ചെയ്തു തരാൻ അവർക്ക് ചെയ്യാനുള്ള? മറഞ്ഞ രൂപത്തിൽ ഗൈബിയായി അവർക്ക് അതറിയാനും കേൾക്കാനും സഹായിക്കാനും സാധിക്കുമോ? സാധിക്കില്ല. അതാർക്ക് മാത്രമുള്ള വിശേഷണമാണ്? അള്ളാഹുവിനുള്ള വിശേഷണമാണ്. അതവർക്ക് വകവെച്ചു കൊടുക്കലാണത്. അപ്പൊ ജീവിച്ചിരിപ്പുള്ള മറഞ്ഞ ആളോട് തേടുന്ന തേട്ടം, ദുആ, അതെന്താണ്? ശിർക്കുൻ അക്ബറാണ്. ഇതാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം, ജീവിച്ചിരിപ്പുണ്ട്, സ്ഥലത്തുണ്ട്, വിദേശത്തൊന്നല്ല, പക്ഷേ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അയാളോട് ചോദിക്കുന്ന തേട്ടം അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യമാണ്. ഉദാഹരണത്തിന്, ജീവിച്ചിരിക്കുന്ന ഷെയ്ഖിനോട് മുരീദ് പോയി പറയാണ്, ഷെയ്ഖേ മഴയില്ല, കിണറിലെ വെള്ളം പറ്റി, നാളെ കുറച്ച് ഉറവ് പൊട്ടി, എന്റെ കിണറ്റിൽ വെള്ളം നിറയ്ക്കണേ, എന്റെ വീട്ടിൽ തെങ്ങ് വെച്ചിട്ട് വർഷങ്ങളായി ഇതുവരെ കായ്ച്ചില്ല, ഒന്ന് കായ്പിക്കണേ, എനിക്കൊരു പേരക്കുട്ടിന്റെ കുഞ്ഞിക്കാല് കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല, ഒന്നതിനെ സാധിപ്പിക്കണേ. ജീവിച്ചിരിക്കുന്ന ഷെയ്ഖിന്റെ സന്നിധിയിൽ പോയി ഷെയ്ഖിനോട് പറയാണ്. എന്ത്? അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യം. ഇതെന്താണ്? ശിർക്ക് അക്ബറാണ്. അപ്പോ ഹയ്യാണ്, ഹാളിറാണ്, ജീവിച്ചിരിപ്പുണ്ട്, സ്ഥലത്തുണ്ട്, പക്ഷെ അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ അയാളോട് ചോദിക്കലും ശിർക്ക് അക്ബറാണ്. മറിച്ച് ജീവിച്ചിരിപ്പുള്ള നമ്മുടെ സ്ഥലത്തുള്ളപ്പോൾ കുട്ടീനോട് പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിരുന്ന മോനെ എന്ന് പറയുന്ന ചോദ്യം, തേട്ടം, അതവന് കഴിയുന്നതാണ് അല്ലേ? അവനോട് പോയത് അപ്പുറത്തൊരു മല ഉണ്ട്, ആ മല പോയി മറിച്ചിട്ട് 2 കൈകളിലേന്തി കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതവന് കഴിയാത്തതാണ്. അത് ശിർക്കിന്റെ തേട്ടമാണ്. കാരണം അവന് കഴിയാത്ത കാര്യമാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങൾ ജീവിച്ചിരിപ്പുള്ള സന്നിധിയിലുള്ള ആളുകളോട് ചോദിച്ചാലും അതെന്താണ്? ശിർക്ക് അക്ബറാണ്. ഇതാണ് ശിർക്കിലേക്ക് എത്തുന്ന 3 തരം ദുആകൾ, തേട്ടങ്ങൾ, ചോദ്യങ്ങൾ. 1, മരിച്ച മയ്യത്തിനോടുള്ള ഏത് തേട്ടവും ശിർക്കാണ്. 2, ജീവിച്ചിരിപ്പുള്ള ഗായിബായ മറഞ്ഞ ആളോടുള്ള ഏത് തേട്ടവും ശിർക്കാണ്. 3, ജീവിച്ചിരിപ്പുണ്ട്, സ്ഥലത്തുണ്ട്, പക്ഷെ അവരോടുള്ള ചോദ്യം അവർക്ക് കഴിവില്ലാത്തതാണ്, അവരുടെ കഴിവിൽപ്പെടാത്തതാണ്, അള്ളാഹുവിന് മാത്രം കഴിയുന്നതാണ്. ആ ചോദ്യവും ശിർക്ക് അക്ബറാണ്. അപ്പൊ പിന്നെ ഹലാലായ ചോദ്യം എന്താണ്? ഇത് 3 കൂടി സമ്മേളിച്ചാൽ കിട്ടും. ഹയ്യും ഹാളിറും ഖാദിറുമായ ആളോട് ചോദിക്കുന്ന ചോദ്യം അത് ജായിസ്, അനുവദനീയമാണ്. ജീവിച്ചിരിപ്പുള്ള സന്നിധിയിലുള്ള ഒരാളോട് അയാൾക്ക് കഴിയുന്ന കാര്യം അതൊന്ന് ചെയ്തു തരുമോ, ആ സാധനം ഒന്ന് എടുത്തു തരുമോ എന്ന് പറയൽ അത് തേട്ടമാണ്, ചോദ്യമാണ്. പക്ഷേ അത് ശിർക്കാകുമോ? ഇല്ല, അത് അയാൾക്ക് കഴിയുന്ന കാര്യമാണ്. ഇൻഷാ അള്ളാഹ് തൽക്കാലം നമുക്ക് ഇന്നത്തെ ദർസ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്തയാഴ്ച ഇതിലെ 3ാമത്തെ മസ്അല നമുക്ക് ആരംഭിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.